എന്തുകൊണ്ടാണ് അഡൽട്ട് സോഷ്യൽ കെയർ നേഴ്സിംഗിനോട് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് പറയാൻ കാരണം? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അഡൽട്ട് സോഷ്യൽ കെയർ IELTS സ്കോർ 5.5 മതി. എന്നാൽ നഴ്സിംഗിലേക്ക് വരികയാണെങ്കിൽ IELTS സ്കോർ 7 എബോവ് വേണം. ഇവിടെ ഫീസ് സ്ട്രക്ചർ വരുന്നത് വെറും 10 lakhs ആണ്. എന്നാൽ നഴ്സിംഗിലേക്ക് വരുമ്പോൾ ഫീസ് 30 to 50 lakhs വരുന്നുണ്ട്. തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ജോബ് ഗ്യാരണ്ടി. 3 പ്ലേസ്മെന്റ് ഇന്റർവ്യൂസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ പാസ്സായാൽ 3 ലക്ഷം രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു ജോബ് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ നഴ്സിംഗിലേക്ക് വരികയാണെങ്കിൽ അവിടെ ജോബ് ഗ്യാരണ്ടീസ് ഒന്നുമില്ല. നിങ്ങളുടെ ജോലി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഫോർത്ത് പോയിന്റ്, വെറും 9 months മാത്രമാണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. എന്നാൽ നഴ്സിംഗിലേക്ക് വരുമ്പോൾ കോഴ്സ് ഡ്യൂറേഷൻ 3 to 4 years ആണ്. ഈ ഒരു ടൈമിലെ ലിവിംഗ് എക്സ്പെൻസും നിങ്ങൾ തന്നെ സ്പെൻഡ് ചെയ്യണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ്, റീഫണ്ട് പോളിസി. 3 പ്ലേസ്മെന്റ് ഇന്റർവ്യൂസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ജോബ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾ അടച്ച കോഴ്സ് ഫീസ് മൊത്തം നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കും. ഇവിടെയാണെങ്കിൽ റീഫണ്ട് പോളിസീസ് ഒന്നും അവൈലബിൾ അല്ല. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ കരിയർ പാത്ത്.